അവളുടെ ചോദ്യം കേട്ടതും അവനിലൊരു അത്ഭുതമായിരുന്നു. ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന ഭാഗത്തോടെ അവൻ അവളെ നോക്കിയതും ചിരിച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. ഞാനും കേട്ടിരുന്നു ശ്രുതിക്ക് പാടിക്കൊടുക്കുന്നു. കണ്ട നാൾ തൊട്ട് ഒരു നിഴലായിട്ട് ഇയാളുടെ പുറകെ ഞാൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഭ്രാന്ത്, യദുകൃഷ്ണ എന്ന ട്യൂഷൻ ടീച്ചറോടുള്ള ഭ്രാന്ത്. ഒറ്റ കണ്ണിറുക്കിക്കൊണ്ടവൾ അവൻ്റെ മുഖത്തുള്ള നോട്ടം മാറ്റി മണലിരുന്ന് കൈ നോക്കുന്ന ഒരു സ്ത്രീയിലേക്ക് നോട്ടം തിരിച്ച്. വാ നമുക്ക് കൈ നോക്കാം, അവനോടായി അവൾ പറഞ്ഞു. ഏയ് ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് റിച്വൽ, അനിഷ്ടത്തോടെ അവൻ പറഞ്ഞു. ഓ പിന്നെ എന്ന പോലെ അവളും തിരിഞ്ഞിരുന്നു. പിന്നെ മാഷേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സിറ്റുവേഷനിൽ പറയാൻ പാടില്ലെന്നറിയാം, പക്ഷേ ഇതാണ് നല്ല അവസരം തോന്നുന്നു. എന്താ എന്നുള്ള അർത്ഥത്തിൽ നോക്കുന്ന അവനോടായി അവൾ പറഞ്ഞു. അത് എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. ഇന്നൊന്നിനും തുടങ്ങിയെന്നല്ല കേട്ടോ, 3 കൊല്ലമായി ഇയാൾ ഈ ഉള്ളവരുടെ ഹൃദയത്തിൽ കയറിയിട്ട്. അന്ന് പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴാണ് ശ്രുതി ഇയാളുടെ മടിയിൽ കിടന്ന് നിങ്ങളുടെ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ട്. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും മായ്ച്ചുകളെന്ന് തോന്നിയില്ല. ഇനിയും പറയാതെ വയ്യ, ഐ ലവ് യു എന്ന് പറഞ്ഞ് യദുവിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ടവൾ കുറച്ച് ദൂരേക്ക് വിട്ടു നിന്നു. എല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുന്ന അക്ഷയും കാവ്യയും കണ്ട് ഒന്ന് ഇളിച്ചു കൊടുത്ത് കാവ്യയും വലിച്ച് അവൾ വണ്ടിയും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. കവിളിൽ കൈയും വെച്ച് തറഞ്ഞു നിൽക്കുകയായിരുന്നു യദു. ദിയ പറഞ്ഞത് മാത്രമായിരുന്നു അവൻ്റെ ചെവിയിൽ. അപ്പോൾ അക്ഷയ് വന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് അവന് ബോധം വന്നത്. ദേഷ്യം കൊണ്ട് അവൻ്റെ കൈ മുറുകി, പേശികൾ വെളിയിൽ വരും വിധം വലിഞ്ഞു മുറുകി. തോളിലിരുന്ന് അക്ഷയുടെ കൈ തട്ടിക്കൊണ്ടവൻ ബൈക്കും എടുത്ത് ഒരു ഇരമ്പലോടെ റോഡിലൂടെ കുതിച്ചു. എന്റെ ഭഗവാന്, ഞാൻ ഇനി ഏത് കുന്നറാണ്ടതി പോകും? ഓട്ടോക്ക് പോകാൻ പോലും ചില കാശിലെന്റെ കയ്യിൽ. കാലി പോക്കറ്റിൽ നോക്കിക്കൊണ്ട് അക്ഷയ് കൈമലർത്തി മുകളിലേക്ക് നോക്കി. ഏതു നേരെ വീട്ടിലേക്കാണ് ചെന്ന് കാറ്റുപോലെ റൂമിൽ കയറി വാതിലടച്ചവൻ മുടിയിൽ കൈകോർത്ത് വലിച്ചുകൊണ്ടിരുന്നു. പഴയതോരോന്ന് ഓർക്കുന്തോറും കണ്ണിലെ ഞരമ്പുകൾ ചുവന്നു വന്നു. രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ദിയ. മനസ്സ് നിറയെ ഇന്ന് യദുവിനെ കണ്ടതും 3 കൊല്ലം മനസ്സിൽ കിടന്ന പ്രണയത്തെ അതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞതിൻ്റെ സന്തോഷവുമായിരുന്നു. എന്താ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കാവ്യ ചോദിച്ചു. ഒന്നുമില്ല, എന്ത് രസമാണല്ലേ ഈ ആകാശം ഇങ്ങനെ കാണാൻ. ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ പറഞ്ഞു. രസമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, ഇന്ന് എന്തായിരുന്നു നിനക്ക്? യദുവേട്ടനെ കണ്ടപ്പോൾ ഒരു ഇളക്കം. പോരാൻ നേരം കിസ്സടിക്കുന്ന കണ്ടല്ലോ. ഒറ്റപ്പുരികം പൊക്കി ചോദിക്കുന്ന കാവ്യക്കൊരു ഇളി പാസ്സായിക്കൊണ്ട് ദിയ അവൾക്ക് നേരെ തിരിഞ്ഞ് ഇറുകെ കെട്ടിപ്പിടിച്ചു. മാളു, നിനക്കറിയോ, ഞാൻ ഇത്രയും നാൾ ഉള്ളിൽ കൊണ്ട് നടന്ന് യദുവിനെ ആയിരുന്നടി. ആ പാട്ട് എപ്പോഴും കേൾക്കുന്ന ആളെ ഓർമ്മ വരുമ്പോഴാണ്. ഞെട്ടിക്കൊണ്ട് നിൽക്കുന്ന കാവ്യയിൽ നിന്ന് വിട്ടുന്നുകൊണ്ട് അവൾ ബാക്കി പറയാൻ തുടങ്ങി. നിനക്ക് ഓർമ്മയുണ്ടോ, ഞാനെന്നൊരു സൺഡേ എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിന്നെ കൂട്ടാതെ ടൗണിൽ ലൈബ്രറിയിലേക്കൊന്നും പറഞ്ഞ് പോയത്? അത് പാർക്കിലേക്കായിരുന്നു. എനിക്കറിയായിരുന്നു സൺഡേ ആ പാർക്കിൽ നിന്ന് യദു ഉണ്ടാവുന്നു. ബട്ട് അന്ന് എനിക്ക് പുള്ളിയോട് ഇഷ്ടം തോന്നിയിട്ട് വെറും ഒരാഴ്ചയായിരുന്നുള്ളൂ. പറയാതെ പറ്റില്ലെന്ന് തോന്നിപ്പോയി. സോ പറയാൻ വേണ്ടി പോയതാണ്. ബട്ട് അന്ന് അവിടെ ലവേഴ്സ് കോർണറിൽ യദുവിൻ്റെ മടിയിൽ കിടക്കുന്ന ശ്രുതിയാണ് കണ്ടത്. പിന്നെ അവൾക്ക് ഈ പാട്ടും പാടി കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് അവകാശപ്പെട്ടല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ബട്ട് ഐ ഫെയിൽഡ്. ദിയ പറഞ്ഞു നിർത്തി. കാവ്യ വല്ല പ്രേതകഥയും കേൾക്കുന്ന പോലെ കേട്ടിരുന്നു. എടി പൊട്ടിക്കാളി, അപ്പൊ ശ്രുതിയോ? അവർ രണ്ടുപേരും കട്ട പ്രേമത്തിലാ. പെട്ടെന്ന് വെളി വന്ന പോലെ കാവ്യ ഉച്ചത്തിൽ പറഞ്ഞു. ഒന്ന് പതുക്കെ പറയണ്ട മാളു, നീ നാട്ടുകാരൊക്കെ വിളിച്ചു കിട്ടുമോ? തലക്കടിച്ചുകൊണ്ട് ദിയ ചോദിച്ചു. ശരി, ഞാൻ മിണ്ടില്ല, നീ പറ. വായിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവള് തേച്ചെടി അങ്ങേരെ എപ്പോ? ഞെട്ടിക്കൊണ്ട് കാവ്യ ചോദിച്ചു. ആ, എനിക്കറിയാൻ പാടില്ല. അങ്ങേര് പറഞ്ഞു. സോ ഞാൻ അപ്പം തന്നെ എൻ്റെ ഇഷ്ടം പറഞ്ഞു. ചിലപ്പോൾ വേക്കൻസി കിട്ടിയാലോ? വലിയ കാര്യത്തിൽ അവൾ പറഞ്ഞു. നിനക്ക് വട്ടാടി പൊട്ടാസേ. തലക്കൊരു കിഴിക്കൊടുത്തുകൊണ്ട് കാവ്യ അവളുടെ റൂമിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ദിയ മാനത്തേക്ക് നോക്കി. ഏതെല്ലാം വേഷങ്ങൾ കെട്ടിയാടുന്നു വാനമേ നീ. സൂര്യപ്രഭ പരത്തി വെളിച്ചം നിറക്കുന്നു പാരിൽ. ചുവപ്പിൻ്റെ രാശി പടർത്തി ചേലേറെ നൽകുന്നു. എങ്കിലും എനിക്ക് പ്രിയൻ, നക്ഷത്ര കുഞ്ഞുങ്ങൾ പരന്നു കിടന്ന് നിന്റെ ഭംഗി ഏറെ കൂട്ടുന്ന തിങ്കൾ കലയുള്ളപ്പോഴാണ്. കാരണം ആ കലയിൽ എൻ്റെ പ്രാണനെ തന്നെ കാണുന്നു ഞാൻ. എന്നെ ഞാനല്ലാതാക്കി മാറ്റുന്ന ആ ചെമ്പൻ മിഴികൾ കാണുന്നു. ചിരിയോടെ വില്ലുപോലെ വളഞ്ഞിരിക്കുന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ടവൾ ഉള്ളിൽ മൊഴിഞ്ഞു. ആ ചേട്ടാ, യദുവേട്ടനെയും കൂട്ടി വാ, ഇവിടെ ഒരാൾക്ക് അയാളെ കാണാതെ ഇരിപ്പുറക്കുന്നില്ല. ദിയെ നോക്കി വാപ്പത്തി ചിരിച്ചുകൊണ്ട് കാവ്യ പറഞ്ഞു. അതിനാ കുരിപ്പ് വരണ്ടേ, അവൻ്റെ കോപ്പിലെ ചാട. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ആ പന്നിയാണെങ്കിൽ വരുന്നുമില്ല. നീ കോളൊക്കെ, ഞാൻ വരാം. എങ്ങനെയല്ല അതിനും കൂട്ടി ഫോൺ വെച്ചുകൊണ്ട് അവൻ യദുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. വാ പോവാ. എങ്ങോട്ട്? ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന യദു തലയുയർത്തി നോക്കി. എടാ മുത്ത, എൻ്റെ കയ്യിൽ കാശില്ലടാ. അടുത്ത മാസം സാലറി കിട്ടിയിട്ട് തരാം. ഒന്ന് വാടൻ്റെ കൂടെ. നാ പൈസ പോയി വാങ്ങിക്കോ.
അയ്യോ മുത്ത അങ്ങനെ വേണേലടാ, ഒന്ന് കൂടെ വേടാ, എനിക്ക് ഒറ്റ പോകാൻ പേടിയാടാ. ദേക്ഷയ് കെഞ്ചാ പോവാൻ നോക്കടാ. ആ അല്ലെങ്കിലും നിനക്കിപ്പോൾ എന്നെ തീരെ ഇഷ്ടമല്ല. ആ ശ്രുതി പോയാൽ പിന്നെ നിനക്ക് എന്നെയൊന്നും വേണ്ട. നിനക്ക് സങ്കടമായിരിക്കുമല്ലേ? ശരിടാ, നീ ഇവിടെ ഇരുന്ന് കരഞ്ഞു, ഞാൻ പക്കോളാം. കാശാ? ഇടം കണ്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പോവാൻ നിന്നു അക്ഷയ്. ഓപ്പ് നടക്കങ്ങോട്ട്. ഫോൺ പോക്കറ്റിലിട്ടുണ്ട് അവൻ അക്ഷയുടെ കൂടെ പോയി. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അക്ഷയ് കാവ്യയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ചെന്നും ആർക്കോ വേണ്ടി യദുവിൻ്റെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന ദിയയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. ഗോൾഡൻ കളർ ലഹങ്ക ഇട്ടുകൊണ്ട് അവനെ തന്നെ നോക്കി ഇറങ്ങി വരുന്ന അവളെ കണ്ടതും അവനും പരിസരം മറന്ന് അവളിൽ തന്നെ ലയിച്ചിരുന്നു. അവൻ്റെ അടുത്തെത്തി അവളൊന്ന് കണ്ണിറുക്കിയതും സ്വബോധം വീണ്ടെടുത്തുകൊണ്ടവൻ അവളിൽ നിന്നും മുഖം തിരിച്ചു. ദിയ ഒന്ന് ചിരിച്ചുകൊണ്ട് വന്ന ഗസ്റ്റുകളുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. യദുവിൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ദിയയിൽ പാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് കുറച്ച് വിട്ടുമാറി അവളെ നോക്കി കമൻ്റ് അടിക്കുന്ന പയ്യന്മാരെ കണ്ടത്. ലഹങ്കയുടെ ഷോള് ലക്ഷ്യം തെറ്റി വയറൽപ്പം കാണുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാതെ ദിയ നല്ല സംസാരത്തിലായിരുന്നു. എന്തിനെന്നറിയാതെ അവനിൽ ദേഷ്യം പടർന്നു കയറി. പ്രശ്നമാവേണ്ടെന്ന് കരുതി ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവൻ ഫുഡ് കഴിക്കാൻ ചെന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വെറുതെ മുകളിലേക്ക് കയറിയതായിരുന്നു അക്ഷയ്. പെട്ടെന്ന് ആരോ റൂമിലേക്ക് വലിച്ചു. ബാലൻസ് കിട്ടാതെ വലിച്ചാടിന്റെ മുകളിലൂടെ അവൻ വീണു. ഒരു നിമിഷം എല്ലാം മറന്ന് നീലമിഴിയും ചെമ്പൻ മിഴിയും തമ്മിൽ കോർത്തു. യദു, ഐ തിങ്ക് യുവർ ഐസ് ഹാഡ് സം മാജിക്. ഇറ്റ്സ് ബ്രിങ്സ് മീ ക്ലോസർ ടു റിയലി ലവ് യു യദു. വിതൗട്ട് യു ഹാവ് നത്തിങ് എന്നും പറഞ്ഞ് ദിയ യദുവിൻ്റെ കണ്ണിന് നേരെ ചുണ്ട് കൊണ്ടുപോയി. പൊടുന്നനെ ബോധം വന്ന യദു ദിയെ പിടിച്ച് തള്ളിയിട്ട് എഴുന്നേറ്റ് പുറംതിരിഞ്ഞു നിന്നു. ഏതോ ലോകത്തെന്ന് പോലെ നിന്ന ദിയക്കും അവൻ്റെ തള്ളിലാണ് എന്താ ചെയ്തതെന്ന് ഓർമ്മ വന്നു. നാവ് ഓടിച്ചുകൊണ്ടവൾ അവന് നേരെ തിരിഞ്ഞു. ഐ ആം സോറി യദു, പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ദിയ. എന്നു മുതൽ തുടങ്ങിയതാ ഈ ഇഷ്ടം? വരുൺ നിന്നെ വേണ്ടെന്ന് വെച്ചപ്പോയിരിക്കും അല്ലേ? യു നോ വൺ തിങ്, നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. നിന്നെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഉള്ളിൽ നിന്ന് ആരോ നീ എൻ്റെയാന്ന് പറയും പോലെ. ബട്ട് എൻ്റെ ഇഷ്ടം വെറുതെ ആയിരുന്നു. നിനക്കിഷ്ടം വരുണിനെ ആയിരുന്നു. അന്ന് തകർന്നു പോയി ഞാൻ. ശ്രുതിയ എന്നെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കാൻ അവൾക്കേ കഴിയുമെന്ന് പറഞ്ഞ് ആ ഇഷ്ടം നിരസിച്ചില്ല. പക്ഷെ അവൾ എന്നെ ചതിക്കുകയായിരുന്നു. പണം കണ്ടപ്പോൾ അവൾക്ക് എന്നെ വേണ്ട. ഇപ്പൊ വരുൺ നിന്നെ ഒഴിവാക്കിയപ്പോ നിനക്കെന്നെ വേണമായിരിക്കുമല്ലേ? അവന് വേണ്ടല്ല എടുത്ത് ഒഴിവാക്കിയ നിന്നെ കൂടെ കൂട്ടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ആർത്തുണി യദു പറഞ്ഞ് വാതിൽ തുറന്ന് വെളിയിൽ പോയതും എല്ലാം കേട്ട് കണ്ണീർ പൊഴിക്കാൻ അവൾക്ക് ആയുള്ളൂ. മുട്ടിൽ മുഖം ചേർത്ത് പൊട്ടിക്കരയുമ്പോഴും യദുവിന്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദിയെ കാണാതായപ്പോൾ മുകളിലേക്ക് കയറിയ കാവ്യം യദുവിന്റെ വാക്കുകൾ കേട്ടിരുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ അവൾക്കും ആയുള്ളൂ. സാറില്ലടാ, നമ്മളെ മനസ്സിലാക്കാത്തവരെ നമുക്കും വേണ്ട. പോകുന്നൊരു പോട്ടെ, നിനക്ക് ഞാനില്ലേ എന്ന് പറയുമ്പോൾ അവളുടെ ഉള്ളും വേദനിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ആരോടും മിണ്ടാതെ ദിയ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സ് കൂടുതൽ നോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ലണ്ടനിലേക്ക് തന്നെ തിരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ഈ പൊട്ടാസെ മര്യാദക്ക് 2 ദിവസം മുന്നേ വാ, എത്ര ഏടെ കണ്ടിട്ട്, എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിന്നെ. ചീണിങ്ങിക്കൊണ്ട് മാള് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. കാവ്യയുടെയും അക്ഷയുടെയും കല്യാണമാണ് അടുത്ത ആഴ്ച. കുറേയായി വിളിക്കുന്നു. ദിയക്കും അവളെ കാണാൻ കൊതിയുണ്ടെങ്കിലും വേണ്ട നോക്കിയായിരുന്നു. അല്ലെങ്കിൽ ഞാനെന്തിനെ സങ്കടപ്പെടണം? വരുണൻ്റെ കൂടെ പിറക്കാത്ത ഏട്ടനാണ്. അതിൽ കവിഞ്ഞുകൊണ്ടൊരു ബന്ധവും ഞങ്ങൾക്കിടയിൽ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. എന്നെ മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. എൻ്റെ സ്ത്രീയെ വരെ ചോദ്യം ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഞാനെന്തിനു കരയണം എന്നെല്ലാം കണ്ണാടിയിൽ നോക്കി പറഞ്ഞെങ്കിലും കണ്ണിൽ നിന്നും കണ്ണീർ പെയ്തുകൊണ്ടേയിരുന്നു. ഈ 6 മാസത്തോളം മനസ്സിന് ഇതുതന്നെയാണ് പറഞ്ഞ് പഠിപ്പിച്ച്. കഴിയുന്നില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി യദുവിനെ. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ബാഗ് പാക്ക് ചെയ്തു. ദിയ തിരിഞ്ഞു നോക്കിയതും ആരെ കാണരുതെന്ന് കരുതിയോ അയാളെ കണ്ടതും മനസ്സൊരു നിമിഷം കൈവിട്ട് പോകുമോ എന്ന് കരുതി അവൾ താഴേക്ക് നോട്ടം തെറ്റിച്ചു. ഐ ആം സോറി ദിയ, എനിക്കറിയില്ലായിരുന്നു ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്താണെന്നറിയാം. ബട്ട് കൈവിട്ടു പോയി. ഒരു നിമിഷം നീ എന്നെ ചതിക്കുകയാണെന്ന് കരുതി. ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാവാം. വരുൺ വന്ന് എന്നോടെല്ലാം പറഞ്ഞപ്പോൾ നിന്നോടുള്ള ആ പഴയ സ്നേഹം ഒന്നുകൂടി ശക്തിയിൽ മുളവൊട്ടി. അന്നു മുതൽ ഇന്ന് വരെ ഒരു കാത്തിരിപ്പായിരുന്നു. കാവ്യ പോലും എന്നോട് മിണ്ടിയിരുന്നില്ല. നിന്റെ നമ്പർ ചോദിച്ചുകൊണ്ട് കുറേ പിറകെയാണെന്ന്. അവൾ കണ്ടത് ആ മൂലം നടിച്ചില്ല. എന്നോട് ക്ഷമിക്കാൻ പറ്റുമോയെന്നറിയില്ല. എന്നാലും ചോദിക്കുക, എല്ലാം മറന്നെൻ്റെ കൂടെ കൂടാവും. അങ്ങനെ സാധാരണ കൊണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടണമെന്നില്ല. അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞടന്നു. ബാത്റൂമിൽ കയറി ആർത്ത് കരഞ്ഞുകൊണ്ടിരുന്നവൾ. എത്ര മറക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല യദു നിന്നെ മറക്കാൻ ശ്രമിക്കും തോറും ഉള്ളിൽ ആഴത്തിൽ പടർന്ന് കയറുകയാണ് നീ. ഇന്നെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുവല്ലോ, അത് മതി എനിക്ക്. നിന്റെ ഈ ഓർമ്മകൾ കൊണ്ട് തന്നെ ഞാൻ ജീവിച്ചോളാം. അതെന്തിനാ പക്ഷേ അത്രയ്ക്ക് ബുദ്ധിമുട്ടി നീ ഓർമ്മകൾ ജീവിക്കുന്നത്? എൻ്റെ കൂടെ തന്നെ അങ്ങ് ജീവിച്ചുകൂടെ? തിരിഞ്ഞു നോക്കിയതും വാതിൽ ചാരി കൈയും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന യദുവിനെ കണ്ടതും പരിഭവത്തോടെ മുഖം തിരിച്ചവൾ.
അതവനിൽ ദേഷ്യം നിറച്ചതും അവൾക്കരികിലേക്ക് ചെന്ന് ഒരു കൈയാൽ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് മറുകൈയാൽ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ടവൻ അവളുടെ അധരങ്ങൾ കവർന്നെടുത്തു. ആദ്യമൊന്ന് എതിർത്തെങ്കിലും പിന്നീട് അവൾ അവൻ്റെ ചുംബനത്തിൻ്റെ ആഴത്തിൽ ചേർന്ന് പോയിരുന്നു. ചെറിയൊരു നോവ് നൽകിക്കൊണ്ട് അവളിൽ നിന്ന് അവൻ വേർപെട്ടു. നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഭാഗ്യവതി അവളാണെന്ന് തോന്നിപ്പോയി. കൂടെ തന്നെ ശ്രുതിയെ കെട്ടിയ അമേരിക്കൻ പയ്യനെയും മനസ്സാൽ അവളൊന്ന് സ്മരിച്ചു.